ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം. ഭാഗവതത്തിന്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള ദശമസ്കന്ധം, ആ ദശമസ്കന്ധത്തിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള രാസലീല എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ദശമത്തിന്റെ ലക്ഷണം നിരോധം. എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിനെ അടക്കുക. പല വിഷയത്തിലേക്ക് പോകുന്നതായിട്ടുള്ള മനസ്സിനെയൊക്കെ ഭഗവാനോട് ചേർത്ത് വയ്ക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ധാരാളം കഥകള് ബാലലീലകളായിട്ടും ഒക്കെ നമ്മൾ ആ അമ്പാടി മുതൽ ഇങ്ങോട്ട് ധാരാളം വൃന്ദാവനത്തിലെ കഥകൾ ഒക്കെ ധാരാളം കേട്ട് 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 യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സ് പൂർണ്ണമായിട്ടും ആ ഭഗവാന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ശരിക്കും അതാണ് സംഭവം. അതാണ് ഈ ദശമത്തിന്റെ കഥകളുടെ ഏറ്റവും വലിയ വിശേഷം. അതാണ് രാസലീലയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഭഗവാന പിതാരാത്രി ശരദോദ്ഭുല്ലമല്ലികാഹ വീക്ഷ്യ ഗന്ധും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. യോഗമായയെ കൊണ്ട് ഭഗവാൻ ശൃംഗാര ചേഷ്ടകളോടുകൂടി സ്ത്രീകളെ വശീകരിക്കുന്നതായിട്ടുള്ള എല്ലാ ചേഷ്ടകളും യോഗമായയെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറയാണ്. എന്തിനു വേണ്ടിയിട്ട്? യഥാർത്ഥമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പ്രേമഭക്തിയിലേക്ക് എത്തിച്ചേരുക. ഈ ഗോപികമാരുടെ ആ പ്രേമഭക്തി പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ശൃംഗാര രസങ്ങളെ അവിടുന്ന് ഒരു കരുവാക്കി എന്നുള്ളത് മാത്രം. അതിനുവേണ്ടിയാണ് യോഗമായി അവിടുന്ന് സ്വീകരിച്ചത്. എന്തായാലും മനുഷ്യന്റെ മനസ്സിന്റെ ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ട്, മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആണ് ഭഗവാൻ സമയം തിരഞ്ഞെടുത്തത്, ശരത്കാലം തിരഞ്ഞെടുത്തത്. ആ ശരത്കാലത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങള് നമ്മളുടെ മനസ്സിനെയും മാറ്റം വരുത്തുന്നു. ഞാൻ രണ്ടാമത്തെ ശ്ലോകം നോക്കുമ്പോൾ അറിയാം. തതോടു രാജകകുഭക്കരൈർമുഖം പ്രാച്യാവിലിംബൻ അരുണേന ശന്തമൈഹി സചർഷണീനാമുദകാക്ഷുജോ മൃജൻ പ്രിയ പ്രിയായ ദീർഘദർശന തതോടു രാജഃ. ചന്ദ്രൻ കരൈർമുഖം, കകുഭക്കരൈർമുഖം, കിഴക്ക് ഭാഗത്തിന്റെ തന്നെ ധവളപ്രകാശത്തിന്റെ പ്രതീകമായിട്ടുള്ള ശംതമൈഹി, എല്ലാവരെയും സന്തോഷത്തെ തരുന്ന അല്ലെങ്കിൽ മംഗളത്തെ തരുന്നതായിട്ടുള്ള ഇളം ചുവപ്പ് നിറത്തോടുകൂടി കരൈർമുഖം, പല വിധത്തിലുള്ള മനോഹര കിരണങ്ങളാൽ ആ കിഴക്ക് ദിക്കിനെ മുഴുവൻ പ്രശോഭിപ്പിച്ചുകൊണ്ട്, ആ കിഴക്ക് ദിക്കിനെ തഴുകിക്കൊണ്ട് ജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും ദൂരീകരിക്കുമാറ് പൂർണ്ണചന്ദ്രൻ, മനസ്സിന്റെ കാരകത്വമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ രാസലീല നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് പൗർണമാസിയിലായിരുന്നു. അവിടെ പൂർണ്ണചന്ദ്രനായിക്കൊണ്ട് ചുവന്ന് തൊടുത്തതായിട്ടുള്ള ആ ചന്ദ്രൻ, ആ നിലാവുള്ള അസ്തമയത്തിന് ശേഷം അങ്ങോട്ട് സൂര്യൻ പോയതോടുകൂടി ചന്ദ്രന്റെ ആ ഒരു വരവ്, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു പൊങ്ങിക്കഴിഞ്ഞു അവിടെ. ഈ പൗർണമാസിയിൽ കാണുമ്പോഴേക്കുള്ള പ്രത്യേകത എന്താണ്? എത്രയോ കാലമായി ചന്ദ്രൻ പോയിട്ട് എന്ന് പറയാം, അല്ലേ? ഇതിനു മുമ്പുള്ള വർഷകാലം
ആ സമയത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുകയും ഈ ഒരു രീതിയിൽ നമുക്ക് പൂർണ്ണചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് മനസ്സിന്റെ സന്തോഷത്തോടു കൂടി ശാന്തമായിട്ടുള്ള ആ പ്രകൃതിയില് നിശബ്ദതയുടെ തിങ്ങിക്കൂടിയതായിട്ടുള്ള ആ ഇരുട്ടില് പൂർണ്ണ ചന്ദ്രനായിക്കൊണ്ട് ചുവന്ന് തൊടുത്തതായിട്ടുള്ള ചന്ദ്രൻ അവിടെ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള മനസ്സിനുണ്ടാകുന്നതായിട്ടുള്ള ഒരു വികാരം അത് അനുഭവിച്ചവർക്കൊക്കെ അറിയാം. നമുക്കൊക്കെ അറിയാം. നമ്മള് രാത്രി സമയത്ത് ഇതുപോലെ തന്നെ ഒരു ചുവന്ന ലൈറ്റിന്റെ ചുവട്ടില് ഉദ്യാനങ്ങള് അല്ലെങ്കിൽ ബീച്ച് തുടങ്ങിയതായിട്ടുള്ള സ്ഥലത്തൊക്കെ സന്ധ്യ കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ഈ ഫോഗിങ് ലൈറ്റുകളുടെ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ഒരു ആനന്ദം, മനസ്സിന്റെ ഒരു സുഖം, ഒരു ഏകാന്തത, ഏകാഗ്രത, അത് ഇപ്പോ നമുക്ക് പ്രകൃതി നമുക്ക് അവിടുന്ന് തരുന്നു. അങ്ങനെ ശരിക്ക് ധാരാളം കാലമായിട്ട് വർഷകാലത്ത് കാണാത്ത ചന്ദ്രൻ ഇന്ന് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായതായിട്ടുള്ളൊരു സന്തോഷം. അതിനിവിടെ പറയുന്നു പ്രിയനായിട്ടുള്ള ഭർത്താവ് ദൂരെ ദേശത്ത് നിന്നും മടങ്ങി വന്ന് പ്രിയതമയുടെ ആ ആഗ്രഹങ്ങള് പ്രതീക്ഷിച്ചത് വരുന്നപ്പോൾ ഉണ്ടാകുന്ന ആ മുഖത്ത് ഇവ ദീർഘദർശന, ദീർഘകാലം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രിയതമയുടെ മുഖത്തുണ്ടാകുന്ന ശോഭ, ആ ഭർത്താവിൽ നിന്നും ആ കുങ്കുമം തന്റെ നെറ്റിയിലേക്ക് തൊടുവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു സുഖം, അതാണ് ശരത്കാലത്ത് സന്ധ്യ കഴിഞ്ഞ സമയത്ത് ആ പൂർണ്ണചന്ദ്രനായിട്ട് ഉദിച്ചതായിട്ടുള്ള പൂർണ്ണ കലകളോടും കൂടിയാണ് സാക്ഷാൽ ആ ചന്ദ്രൻ ഉദിക്കുന്നത്. എങ്ങനെയാണെന്ന് അവിടെ പറയുന്നത്? ദൃഷ്ട്വാകുമുദ്വന്ദം അഖണ്ഡമണ്ഡലം രമാനനാഭം നവകുങ്കുമാരുണം വനം ചതൽ കോമള ഗോഭിരഞ്ജിതം ജംഗൗകലം വാമദൃശാം മനോഹരം. അവിടെ പറയുന്നു ചന്ദ്രന് 16 കലകളാണ് ചന്ദ്രന്. ആ പൂർണ്ണ കലകളോടും കൂടിയതായിട്ടുള്ള സാക്ഷാൽ മഹാലക്ഷ്മിയുടെ രമാനനാഭം, ആ മുഖകാന്തിയെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ആ പൂർണ്ണചന്ദ്രന്റെ രൂപം, ആ ചന്ദ്രനിൽ നിന്നും വരുന്നതായിട്ടുള്ള രശ്മികളാൽ ദിക്കുകളെ മുഴുവൻ അവിടെ രമണീയമായിട്ട് ശോഭിപ്പിക്കുന്നതായിട്ടുള്ള വൃന്ദാവന ഭംഗിയും ഒക്കെ ഈ രാസലീലയെ വല്ലാണ്ട് മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, ഏകാഗ്രമാക്കുന്ന രീതിയിൽ എല്ലാ ദുഃഖങ്ങളും അവിടുന്ന് പോയി തന്നെ സമാധാനിപ്പിക്കുക. ആ ചന്ദ്രന്റെ ഒരു കുളിർമ, ആ ഒരു തണുപ്പ് തൻ്റെ ശരീരത്തിലേക്ക് വരുന്നത് പോലെ ഓരോരുത്തർക്കും അവിടെ തോന്നുന്നു. അതിനുവേണ്ടിയാണ് ഭഗവാൻ ഈ ഒരു സമയം അവിടെ തെരഞ്ഞെടുത്തത് എന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു സമയം കണ്ടതായിട്ടുള്ള ഭഗവാൻ വനം ചതൽ കോമള ഗോഭിരഞ്ജിതം അവിടെ പറയുന്നു. ഈ ചന്ദ്രനെയും അതിൻ്റെ മനോഹരമായിട്ടുള്ള രശ്മികളാൽ എങ്ങും ശോഭനമായിട്ടുള്ള ഈ വനം, വൃന്ദാവനം, വനം ച ദൃഷ്ട്വാ, ഈ വൃന്ദാവനത്തെയും കണ്ടുകൊണ്ട് വാമദൃശാം എന്ന് പറഞ്ഞാൽ എന്താണ്? വാമദൃശാം എന്ന് പറഞ്ഞാല് സ്ത്രീകള്, സുന്ദരിമാര്. അപ്പൊ ആ സുന്ദരിമാരുടെ മനോഹരം, മനസ്സിനെ അപഹരിക്കുന്ന വിധത്തിലുള്ള മാധുര്യമായിട്ടുള്ള
ഗോഭിരഞ്ജിതം ജഗോകുലം വാമവൃഷം മനോഹരം. ജഗു എന്ന് പറഞ്ഞാൽ വേണുഗാനം ഭഗവാൻ അവിടെ ചെയ്തു. അപ്പം എല്ലാവരെയും രഞ്ജിപ്പിക്കുന്നതായിട്ടുള്ള ആ ഒരു സമയം ഭഗവാന്റെ ഈ വേണുഗാനവും കൂടി കേട്ടതോടുകൂടി ഗോപികമാർക്ക് അത് സഹിക്കവയ്യാതായി നടത്തും. അതിനുവേണ്ടാണ് ഈ ഭഗവാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു കാലം തെരഞ്ഞെടുത്തതും. ആ സമയത്ത് തൻ്റെ സ്വരരാഗ ഗംഗാ പ്രവാഹങ്ങളിലൂടെ എല്ലാ ജനങ്ങളുടെ ഉള്ളിലേക്കും തുളച്ചു കയറുന്നതായിട്ടുള്ള ആ മാധുര്യമായിട്ടുള്ള വേണുഗാനം എല്ലാത്തിനെയും അവിടെ തന്നെ ഉപേക്ഷിപ്പിക്കുകയാണ് ശരിക്കും. അത്ര കണ്ട് കരിഷതി ഇതി കൃഷ്ണ, അത്ര കണ്ട് നമ്മളുടെ ഹൃദയത്തെ, നമ്മളുടെ മനസ്സിനെ ചോർന്നെടുക്കുന്നതായിട്ടുള്ള ഭഗവാൻ ഗോപികമാരെ എല്ലാവരെയും അവരുടെ ജോലികളിൽ നിന്ന് പോലും ഭഗവാനിലേക്ക് മനസ്സിനെ കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. അത്ര ആകർഷിച്ചോടെ. നിശമ്യഗീതം തദനംഗവർദ്ധന വ്രജസ്ത്രിയ കൃഷ്ണ ഗൃഹീതമാനസാഹ ആജഗ്മുരന്യോന്യമലക്ഷിതോദ്യമ തയത്ര കാന്തോ ജവലോലകുണ്ടല. ഇങ്ങനെ ഭഗവാന്റെ കാമോദ്ദീപകമായിട്ടുള്ള ആ വേണുഗാനം കേട്ട ഉടനെ ഗോപികമാര് എല്ലാവരും ഭഗവാനിലേക്ക് തൻ്റെ മനസ്സ് ചെന്ന് ആകർഷിക്കപ്പെട്ട് ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളെ പോലും മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ഈ യഥാർത്ഥമായിട്ടുള്ള അനുഭവം, കാര്യം മറ്റുള്ളവരോട് പറയാതെ വേഗം ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുവാൻ വേണ്ടിയിട്ട് അവര് തിരക്ക് കൂട്ടുന്നു. അങ്ങനെ തിരക്ക് കൂട്ടുന്ന സമയത്ത് ആജഗ്മുരന്യോന്യം അലക്ഷിതോദ്യമാഹ നയത്ര കാന്തോ ജവലൂല കുണ്ടലാഹ. അന്യോന്യം പരസ്പരം ആരും അറിയിക്കാതെ തന്നെ ഗോപികമാരെല്ലാവരും ആലോചിച്ച് നോക്കുക. ഗോപികമാരുടെയൊക്കെ എല്ലാവരുടെയും ഉള്ളിലേക്ക് ഒരേപോലെ ഭഗവാന്റെ ഈ വേണുഗാനത്തിന്റെ അനുഭവം ഒരേപോലെ എത്തി എന്നർത്ഥം. ആരും പ്രത്യേകിച്ച് പരസ്പരം പറയുകയൊന്നും ചെയ്തിട്ടില്ല. സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാ സത്സംഗം വെക്കാറ്? രാവിലെ 5:30 സഹസ്രനാമം ഉണ്ടാവും. തിരുമേനി തലേ ദിവസം ലിങ്ക് ഇടും. നാളെ 5:30 കയറാം, അങ്ങനെ തീരുമാനിക്കും. ഇങ്ങനെ ഗോപികമാർക്ക് പരസ്പരം പറയാൻ പോലും അവിടെ. പക്ഷേ എല്ലാവരും അറിഞ്ഞുകൂട്ടി അവിടെ എത്തിയതുപോലെയാണെന്ന് തോന്നിപ്പോകും. എല്ലാവരും എന്താണ്, ഇതേ മതത്തോടു കൂടി തന്നെ ഭഗവാന്റെ അടുത്തേക്ക് ഓടി എത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറായി. എല്ലാവരും അവരവരുടെ കർമ്മങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ വന്നു. ഇങ്ങനെ ഈ ഓട്ടത്തിനിടയിലാണ് അവിടെ പല രീതിയിലുള്ള ദുഃഖങ്ങൾ, അബദ്ധങ്ങൾ അവിടെ വന്നു. എന്താണ്? കാതിലണിഞ്ഞ കുണ്ടലങ്ങള് ദുഹ്യന്തോഭിയുക്കാശ്ചിൽ ദോഹം ഹിത്വാ സമുത്സുകാഃ പയോധിശ്രുത്യ സംയാവമനുദ്വാസ്യാപരായയോ. പല വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു അവിടെ. ചില ഗോപികമാര് എന്താണ്, ആ കാതിൽ അണിഞ്ഞതായിട്ടുള്ള കുണ്ടലങ്ങളൊക്കെ ആടി ഉലഞ്ഞുകൊണ്ട് അവരുടെ വരവ്, ചിലര് പശുക്കളെ കറക്കുകയായിരുന്നു അവിടെ. അപ്പം അങ്ങോട്ട് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ധൃതി കൊണ്ട് എന്താണ്, ഈ കറവയൊക്കെ അവിടെ നിർത്തി അവര് ഓടിപ്പോയി. അപ്പോഴോ ആലോചിച്ച് നോക്കാം, എന്നാ കിടാവിനെ ഒന്ന് അയച്ചു വിട്ടിരുന്നെങ്കില്. കിടാവിനെ അയച്ചു വിട്ടിട്ടില്ല. അങ്ങനെ അവരുടെ കർമ്മങ്ങൾ മുഴുവൻ അവർ മറന്നു പോകുന്നു യഥാർത്ഥത്തില്. കാരണം നമ്മളുടെ ഉള്ളിലെ ആ ബോധസ്വരൂപിനെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞാല്, ആത്മാരാമത്വം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാല്, ഭൗതികമായിട്ടുള്ള പല വിഷയങ്ങളിൽ നിന്നും നമുക്ക് വിരമിക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ
പല വിഷയങ്ങളും നമ്മൾ അറിയുന്ന പോലുമില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ കുട്ടിക്ക് കുടിക്കണ്ട എന്ന് വിചാരിച്ച് അഴിച്ചുവിടാതിരുന്നല്ല അവിടെ. പിന്നെന്താണ്, കണ്ണന്റെ അടുത്തേക്ക് പോകാനുള്ള ധൃതി കൊണ്ട് എല്ലാം മറന്നു ഗോപികമാര്. മറ്റു ചിലരോ അവിടെ അവരുടെ ഓരോരോ ഭവനങ്ങളില് സംയാവം എന്ന് പറഞ്ഞാല് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില പലഹാരങ്ങളൊക്കെയാണ്. ഗോതമ്പ്, അപ്പൊ അവര് ഗോതമ്പ് കൊണ്ടുള്ള സംയാവ അനുദ്വാസ്യാപരായയോ. സംയാവം എന്ന് പറയുന്നത് ഈ ഗോതമ്പല്ല, യവം കൊണ്ടുണ്ടാകുന്ന പായസം, അങ്ങനെ ഒരു പാൽക്കഞ്ഞി പോലെയുള്ള സംവിധാനമാണ്. അപ്പം ചിലര് അങ്ങനെ എന്താണ് കഞ്ഞി തയ്യാറാക്കുന്ന സമയത്ത് അതെന്തായി, അത് അടുപ്പത്ത് വെച്ച് ഓടിപ്പോയി അവിടുന്ന്. പിന്നെയോ പയോധിശ്രിത്യ സംയാവാ അനുദ്വാസ്യാപരായയോ. അപ്പം അതിലേക്ക് കയറ്റി വെച്ച് ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാനൊക്കെ കയറ്റി വെച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. പരിവേഷയന്ത്യധ്വസ്തിത്വാം പായയന്ത്യ ശിശൂൻ പയ. ചില ഗോപികമാർ അങ്ങനെയല്ല, കുട്ടികൾക്ക് മറ്റും ഒക്കെ ആഹാരം കൊടുക്കുന്ന സമയം, വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേണുഗാനം കേട്ടത്. അവിടെ വിട്ടു. തന്നോട് ബന്ധപ്പെട്ടതായിട്ട് നിൽക്കുന്നതായിട്ടുള്ള തൻ്റെ ശരീരം പോലും മറക്കുന്നു, തൻ്റെ കുട്ടികളെ മറക്കുന്നു, ഭർത്താവിനെ മറക്കുന്നു, എല്ലാം മറന്ന് അവരിതാ ആ വിളമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേണുഗാനം കേട്ട് എല്ലാം അവിടെ ഇട്ടുകൊണ്ട് അവരോടിപ്പോകുന്നു. പിന്നെയോ പായന്ത്യ ശിശൂൻ പയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൻ്റെ കുട്ടികൾക്ക് സ്തന്യപാനം ചെയ്യുന്ന സമയത്ത്, പാല് കൊടുക്കുന്ന സമയത്തും കൂടി അതുപോലും ഭഗവാൻ ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു കാരുണ്യം. അതാണ് നമ്മളുടെ ഈ ശരീരമായിട്ടും ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള നശ്വരങ്ങളായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഏത് സാഹചര്യങ്ങളെയും അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നിലേക്ക് എത്തിക്കുവാനുള്ള ഒരു കാരുണ്യം ഭഗവാനുണ്ട്. നമ്മൾ അതെല്ലാം വിട്ടിട്ട് നമ്മൾ നമ്മളുടെ മക്കളെന്നും നമ്മളുടെ ഭാര്യയെന്നും നമ്മളുടെ ഭർത്താവെന്നും നമ്മളുടെ അച്ഛനെന്നും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള നമ്മളുടെ ആ സമർപ്പണം അവിടെ കൊടുക്കുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള റിസൾട്ട് താങ്ങാൻ പറ്റാതെ വരുന്നു. പക്ഷേ ഇതെല്ലാം നശ്വരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ കർമ്മങ്ങളെ നമ്മൾ ശുദ്ധമായിട്ട് ചെയ്തുകൊണ്ട് ഉള്ളിൽ ദൃഢമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ബോധസ്വരൂപനെ നമുക്ക് അന്ന് പ്രേമിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, നമുക്ക് അന്ന് ആ ഈശ്വര കാരുണ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദുഃഖം വരുന്നില്ല. ഒരിക്കലും നമ്മളെ എവിടെ നമ്മളെ കൊടുത്താലും, എവിടെ പൂർണ്ണമായിട്ടും വിധേയനായി കഴിഞ്ഞാലും അതുകൊണ്ട് നമുക്ക് എന്നും നിലനിൽപ്പുണ്ടാകണം. അത് വിധേയനാകാൻ പറ്റുന്നത് എവിടെ പറ്റുള്ളൂ? ഭഗവാന്റെ പാദങ്ങളിൽ മാത്രം. അതെന്നും നമ്മളുടെ ഒപ്പം കൂടെ ഉണ്ടാകുന്നതാണ്, നമ്മളുടെ ഉള്ളിലുള്ള ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാൻ. അപ്പം ഇങ്ങനെ എല്ലാവരെയും അവരുടെ ജോലിയിൽ നിന്ന് ഭഗവാനിലേക്ക് അടുപ്പിച്ചു എന്നർത്ഥം. അവരുടെ ആ കളങ്കമില്ലാത്തതായിട്ടുള്ള ആ ശുദ്ധമായിട്ടുള്ള മനസ്സിനെ ഭഗവാൻ വീണ്ടും തന്നോട് ചേർത്ത് വെക്കുന്നു. ഇങ്ങനെയുള്ളവരെ മാത്രമേ സാധിക്കുകയുള്ളൂ താൻ. ഇനി അതും പറയാം അല്ലെ, തൻ്റെ ഉള്ളില് മാലിന്യങ്ങൾ നിറഞ്ഞതായിട്ടുള്ളവർക്ക് ഒരിക്കലും ഇത് പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ശുദ്ധമായിട്ടുള്ള ഗോപികമാരുടെ ആ ഭക്തിയില്, പ്രേമഭക്തിയെ പൂർണ്ണമായിട്ട് അതിനെ ശുദ്ധീകരിക്കുവാനായിട്ട് താൻ അവരെ എല്ലാം തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നു. ഇങ്ങനെ ശുശ്രൂഷന്ത്യപതീൻ അശ്നന്ത്യോപാസ്യ ഭോജനം. വേറെ ചിലരൊക്കെ എങ്ങനെയാണ് പകലുള്ള ജോലികൾ മുഴുവൻ ചെയ്ത് ആ രാത്രിയിൽ അല്ലെങ്കിൽ വൈകുന്നേരത്ത് ഭവനത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള തൻ്റെ ഭർത്താക്കന്മാർക്ക്
അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാന്റെ വേണുഗാനം കേൾക്കുന്നത്. അവരും അതെല്ലാം നിർത്തി നേരേതാ കൃഷ്ണസന്നിധിയിലേക്ക് യാത്രയാകുന്നു. അപ്പൊ എന്തിനാണ് ഇത്രയൊക്കെ വിസ്തരിച്ച് ഇവിടെ പറയാൻ കാരണം എന്താണ്? ഇതൊക്കെ തൻ്റെ ധർമ്മമല്ലേ? ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതല്ലേ? ഇതെല്ലാം വിട്ടിട്ടാണോ ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടതെന്നുള്ള ഒരു ചോദ്യമാണ് ശരിക്കും. പക്ഷേ ഇതെല്ലാം ഭഗവാൻ ഇനി അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാൻ ഇവരോടൊക്കെ ധർമ്മം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് എന്തുകൊണ്ടത് ഭഗവാനിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു? അത് ഇതെല്ലാം നശ്വരമാണ് എന്നുള്ള ഒരു സത്യത്തെ ഇതും ചെയ്യിക്കുന്നതാരാ? നമുക്ക് തോന്നും ഇതിലൊക്കെ നമുക്ക് കോൺട്രഡിക്ഷനാണ്. കാരണം എന്താണ്? ഈ ഗോപികമാരെ അങ്ങോട്ട് കൊണ്ടുവരിക്കുന്ന ആരാ? ഭഗവാൻ. ഈ അവിടെ ചെന്ന് കഴിഞ്ഞാലോ ഗോപികമാരെ പറഞ്ഞു വിടുന്ന ആരാ? ഭഗവാൻ. അപ്പം ഇതിലെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് എന്തിനു വേണ്ടിയിട്ട് ഭഗവാൻ ഇത് രണ്ടും കാണിച്ചു തരണം നമുക്ക്. നമ്മളുടെ ധർമ്മമാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, ഭർത്താക്കന്മാർക്ക് വേണ്ടതായിട്ടുള്ള പരിചരണം ചെയ്യുക, അതുപോലെ തന്നെ അവിടുത്തെയുള്ള പശുവിന്റെ കാര്യങ്ങളൊക്കെ, ഇതെല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടതാണ്. അത് വിട്ടിട്ട് ഓടി ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ പറയാണ്, ഇത് കളഞ്ഞിട്ട് ആ ധർമ്മം വിട്ടിട്ട് എൻ്റെ അടുത്ത് വരുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നു. എന്തായാലും പിന്നീട് പറയാണ് ലിംബന്ത്യ. അവിടെ ഇപ്പം ഇങ്ങനെ ഈ ശുശ്രൂഷന്ത്യ പതീൻ കാശ്ചീത് അസ്നന്ത്യോപാസ്യ ഭോജനം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ചില ഗോപികമാര് അവരതുപോലും അവിടെ നിർത്തിയിട്ട് ഭഗവാന്റെ അടുത്ത്. എങ്ങനെ നിർത്തിയിട്ട്? കൈപോലും കഴുകിയിട്ടില്ല എന്നർത്ഥം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് എച്ചിൽ കൈ ആയിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. ഏകദേശം ഈ സന്ധ്യ അങ്ങോട്ട് മയങ്ങി വരുന്നു, ആ ഇരുട്ടിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തില് ഭഗവാൻ ഈ വേണുഗാനം എന്നത് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ വേണുഗാനത്തിന്റെ വശ്യതയില് അവരുടെ ഒക്കെ ആ മനസ്സിനെ ഭഗവാൻ പൂർണ്ണമായിട്ട് കടയെടുത്തു. അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ ആ ഭഗവാൻ പൂർണ്ണമായിട്ട് എത്തിയവിടെ. ഇങ്ങനെ ഈ പറഞ്ഞതായിട്ടുള്ള കൃഷ്ണന്റെ പുറകെ ഓടുകയാണ് അവര്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ശുദ്ധമായിട്ടുള്ള ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം നൈസർഗികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണത്. അപ്പം താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മിക്കുവാൻ പോലും അസാധ്യമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് യഥാർത്ഥത്തിൽ ആ ഭക്തന്മാർക്ക് ആ സമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള വികാരം. അതുകൊണ്ട് പല വിധത്തില് ചുമതലപ്പെട്ടതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന അവര് ഒരുവിധം എന്താണ് ആത്മവിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയാണ്. വേറൊരു ലോകത്തേക്കാകുകയാണ് അവര് ശരിക്കും. എങ്ങനെയെങ്കിലും ആ ഭഗവാന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു വികാരം അവരുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ അവിടെ ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ അടുത്തേക്ക് വേഗം എത്തുക. അതാണ് അവിടുത്തെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പ്രേരിപ്പിച്ചത് അല്ലെ? എപ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള ബോധസ്വരൂപൻ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ജീവൻ, ആ ജീവൻ സ്വതന്ത്രമാകുന്നത് എപ്പോഴാണ്? മറ്റെല്ലാ വിഷയങ്ങളും നമ്മളുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോയാൽ, നമ്മളുടെ ഉള്ളിൽ നിന്നും മാലിന്യങ്ങൾ മുഴുവൻ പോയി കഴിഞ്ഞാൽ ഈ ജീവന് പിന്നീട് വേഗം യഥാർത്ഥമായിട്ടുള്ള ആ പരമാത്മാവിലേക്ക് കാണുവാൻ വേണ്ടിയിട്ട്, അതായത് ജീവാത്മാവിനെ പരമാത്മാവിനെ പ്രാപിക്കുവാനായിട്ടുള്ള ഒരു വെമ്പലാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആ ഗോപികമാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്തായി? അവര് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വലിച്ചെറിഞ്ഞു എന്ന ഈ ഒരു നമ്മളുടെ തെറ്റിദ്ധാരണ അല്ലെ, കടമകള് ധർമ്മങ്ങള് ഇതൊക്കെ മാറ്റിവെച്ചു എന്നുള്ള ഒരു ഭൗതിക വീക്ഷണത്തിന് അവിടെ ഒരിക്കലും പ്രസക്തിയില്ല അവിടെ. പിന്നെന്താണ്? ഇത് പറഞ്ഞു പ്രവൃത്തിപരമല്ല, നിവൃത്തിപരമാണ് ശരിക്കും യഥാർത്ഥത്തില്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് ആ രീതിയിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭാഗ്യം, അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, അവരുടെ ആ ഡിവോഷൻ,
കൃഷ്ണനോടുള്ള ആ ഒരു പ്രേമം ചഞ്ചലിപ്പില്ലാത്ത പ്രേമമായിരുന്നു, യാതൊരുവിധ ചാഞ്ചല്യവും ഇല്ലാത്തതായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. ലിംബന്ത്യ പ്രമൃജന്ത്യോന്യാഞ്ജന്ത്യ കാശ്ചലോചനെ വ്യത്യസ്ത വസ്ത്രാഭരണ കാശ്ചിൽ കൃഷ്ണാന്തികം യയോ താവാര്യമാണാപതിഭി പിതൃഭിർഭ്രാതൃബന്ധുഭി ഗോവിന്ദാപഹൃതാത്മാനോ അനിവർത്തന്ത മോഹിതാഹ ലിംബന്ത്യ പ്രമൃജന്ത്യോന്യ. ഇനി അവിടെ പറയുന്നു, ചിലര് ഓരോരോ ഒരുക്കങ്ങളൊന്നും അവിടെ പിന്നെ അവിടെ വിഷയമല്ല. വേഗം ഒരുങ്ങി ഭഗവാന്റെ അടുത്ത് ഒരുങ്ങി ചെല്ലണമെന്നൊന്നും ഇല്ല, അവിടെ സമയമില്ല, എന്തായാലും വിരോധമില്ല എന്നുള്ള. അപ്പം ശരീരത്തിലെ കുറുക്കൂട്ടൊക്കെ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവര് പോകുന്നത്. കുറുക്കൂട്ടൊക്കെ ഉണ്ടാക്കി അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. ചിലരെങ്ങനെയല്ല, പിന്നെന്താണ്, പ്രമൃജന്ത്യോന്യ അല്ലെ. പ്രമൃജന്ത്യോന്യ എന്ന് പറഞ്ഞാൽ മേല് കഴുകുക. മേല് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വേണുഗാനം കേൾക്കുന്നത്. ഒന്നും അവിടെ നോക്കിയില്ല, അവിടെ നിർത്തി ആ നനഞ്ഞ വേഷത്തോടു കൂടി തന്നെ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി. കാശ്ചലോചന, കണ്ണ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കണ്ണ് എഴുതി മറ്റേ കണ്ണ് എഴുതിയോ സംശയം. അതിന് കൺമഷി എടുത്ത് ഇത് പിടിച്ചേ ഉള്ളൂ. ആ കൺമഷിയായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടുന്നു. വ്യത്യസ്ത വസ്ത്രാഭരണാഹ. അപ്പൊ ഇതെല്ലാം തുടങ്ങി വെച്ച ദിക്കിൽ നിന്ന് അവിടെ നിർത്തി ആ ഭഗവാന്റെ സമീപത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള മനോവിഭ്രാന്തിയില് ചിലരെന്തായി, ചില ഗോപികമാരൊക്കെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വ്യത്യസ്ത വസ്ത്രാഭരണാഹ, വ്യത്യസ്ത സ്ഥാനങ്ങളായിക്കൊണ്ട്, അല്ലെ, അവിടെ സ്ഥാനങ്ങൾ മാറ്റി ധരിച്ചു എന്ന് പറയുകയാണ്. താഴെ ഇടേണ്ട ബോട്ടം എടുത്ത് മുകളിലിടുക, മുകളിലത്തെ ടോപ്പ് എടുത്ത് താഴെ ഇടുക, ഇങ്ങനെയൊക്കെയുള്ള ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ശരീരം തന്നെ അവർക്ക് ഭാരമാണ്. ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ, ഈ കണ്ണനെ കാണുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. വ്യത്യസ്ത വസ്ത്രാഭരണാകാശിൽ കൃഷ്ണാന്തികം യയൂ. അങ്ങനെ ആ ഭഗവാന്റെ അടുത്തേക്ക് അവര് ഊട്ടി അങ്ങോട്ട് ചെന്നു. താവാര്യമാണാ പതിഭി പിതൃഭിർ ഭ്രാതൃബന്ധുഭി. ഇങ്ങനെ പോകുന്നതായിട്ടുള്ള ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചിലരുടെ ഭർത്താക്കന്മാരും മറ്റു ചിലരുടെ പിതൃ ഭ്രാതൃ ബന്ധുഭി, അച്ഛന്മാരും അതുപോലെ തന്നെ സഹോദരന്മാരും ബന്ധുക്കളും ഒക്കെ അവരെ തടയുവാൻ വേണ്ടി തുടങ്ങി അവിടെ. അപ്പൊ അങ്ങനെ വാര്യമാണ് പതിഭി പിതൃ ഭർത്താക്കന്മാരായിട്ടും അച്ഛനായിട്ടും സഹോദരന്മാരായിട്ടും ഒക്കെ അവരെ തടയുകയുണ്ടായി. എന്നാൽ അവരെന്തായി, ഗോവിന്ദാപഹൃതാത്മാനോ അന്യവർത്തന്ത മോഹിതാഹ. എന്നാ ഭഗവാനില് ആകൃഷ്ടരായിട്ടുള്ള അവര് അതൊന്നും വകവെക്കാതെ വേഗം അങ്ങോട്ട് തന്നെ എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട്, അതാണ് ഇനി ഗോപികന്മാര് ഭഗവാനോടൊരു വാക്ക് പറയൂ, ഇനി ഞങ്ങൾ എല്ലാം വിട്ടു, ഞങ്ങൾക്കൊന്ന് മാത്രമേ ഉള്ളൂ, കണ്ണൻ മാത്രമേ ഉള്ളൂ. ആ കണ്ണന്റെ അടുത്തേക്ക് വരുവാൻ ഞങ്ങൾക്ക് ഇനി കണ്ണൻ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നർത്ഥം. അതാണ് വിലക്കപ്പെട്ടവരെ പോലും അവരുടെ ധാർമ്മികമായിട്ടുള്ള അവരുടെ അച്ഛനായിട്ടും അമ്മയായിട്ടും അതുപോലെ തന്നെ ഭർത്താക്കന്മാരായി പോലും അവരെ പോലും വാര്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, വരിക്കുന്നവരായിട്ടുള്ളവര്, ശ്രേഷ്ഠ എന്താ അല്ല തടയപ്പെടുന്നവര് അല്ലെ. വാര്യമാണ് എന്നുള്ളത് വിലക്കപ്പെടുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, തടയപ്പെടുക. അപ്പം ബന്ധനസ്ഥനായിട്ടുള്ള അവസ്ഥ, അതിൽ നിന്നും ആ ബന്ധനത്തിൽ നിന്നും പൊട്ടിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്ന് പറയാണ്. അപ്പൊ ഗോപികമാര് കൃഷ്ണ ഗൃഹീത മാനസകളും ഗോവിന്ദാകൃതാത്മാക്കളുമായിട്ട് ആയതുകൊണ്ട് അവരുടെ എല്ലാ ചേഷ്ടകളും ഭഗവാന്റെ ആ നിയന്ത്രണത്തില് ആയി കഴിഞ്ഞു ഇവിടെ. അപ്പൊ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി ഇപ്പൊ ഭഗവാനാണ് നിയന്ത്രിക്കുന്നത് അവിടെ. അതാണ് ആരെയും വിലയ്ക്കാതെ അല്ലെ, ആരെയും നോക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് അവർക്ക് പോകാൻ സാധിച്ചത്. അന്തർഗൃഹാഗതാകാശിൽ ഗോപ്യോലബ്ധ വിനിർഗമാഹ കൃഷ്ണം തൽഭാവനായുക്താദുർമീലിതലോചനാഹ.
അപ്പം അവരുടെ ആ ഭർത്താക്കന്മാരും മറ്റും പുറത്തേക്ക് അന്തർഗൃഹ ആഗതാ കാശിൽ ഗോപ്യോലബ്ധ വിനിർഗമാഹ, പുറത്തേക്കുള്ള കവാടങ്ങളും ഒക്കെ അവരെന്ത് ചെയ്തു, ഈ ഭർത്താക്കന്മാരൊക്കെ അടയ്ക്കുവാൻ നോക്കി തുടങ്ങി. അതൊക്കെ അടച്ചതോടുകൂടി എന്താണ്, പുറത്തേക്ക് കടക്കുവാൻ വയ്യാത്തതായിട്ടുള്ള ചില ഗോപികമാര് അന്തർഗൃഹ ആഗതാകാശിൽ ഗോപ്യോലബ്ധ വിനിർഗ, അലബ്ധം, അവർക്ക് സാധിച്ചില്ല, പോകാൻ സാധിച്ചില്ല. അവരെന്ത് ചെയ്തു, കൃഷ്ണന്തൽ ഭാവനായുക്തോർമീലിതലോചന, അവര് ഏകാഗ്രമായിക്കൊണ്ട്, അവർക്ക് കണ്ണൻ മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ. അങ്ങനെ ഏകാഗ്രതയോടെ ഭഗവാനെ അങ്ങനെ ധ്യാനിച്ച് 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 തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവന്റെ ആ വിരഹ താപത്തിന്റെ കാഠിന്യത്തില് മനസ്സ് പൂർണ്ണമായിട്ടും, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഭഗവാന്റെ അടുത്തേക്ക് വിട്ടില്ലെങ്കിൽ പോലും അവിടെ ആ ബന്ധനം കാണുന്നില്ല, അവരുടെ ഭർത്താക്കന്മാരെ കാണുന്നില്ല, അവരുടെ സാഹചര്യങ്ങളെ അന്തരീക്ഷങ്ങളെ കാണുന്നില്ല. അവര് കണ്ണനോട് അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് നിന്നു. കണ്ണനെ കാണാത്തതിൻ്റെ ഉള്ള ഒരു മനസ്സിന്റെ വിഷമത്തില് ഭഗവാനെ പൂർണ്ണമായിട്ട് അവിടെ ധ്യാനിച്ചു. ഭഗവാനെ ധ്യാനിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊന്നും അവർ അനുഭവിക്കുന്നില്ല അവിടെ. അങ്ങനെ ആ ഭഗവാന്റെ ധ്യാനത്താൽ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതായിട്ടുള്ള ആ ഭഗവാനെ ഗാഠം അവിടുന്ന് അവര് സ്വന്തം തൻ്റെ ഉള്ളിലുള്ള ആ ബോധസ്വരൂപനായിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാരാമന്മാരായിക്കൊണ്ട് ആ ഗോപികമാര് അവര് അതിനോട് കൃഷ്ണന്തൽ ഭാവനായുക്ത ദദ്യോർ മീലിതലോചനാഹ, കണ്ണടച്ച് ആ കണ്ണനോട് ചേർന്ന് അവരങ്ങ് ഇരുന്നു എന്ന് പറയുകയാണ് അവിടെ. അപ്പം ഭഗവാൻ അങ്ങനെ ആ ഒരു അനുഭൂതിയാല് അവരുടെ പുണ്യവും എല്ലാം അശേഷം അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് പാപമായിക്കോട്ടെ പുണ്യമായിക്കോട്ടെ എല്ലാം അവിടുന്ന് ഇല്ലാണ്ടായിരുന്നു പോയി. അപ്പം ശരിക്ക് നമുക്ക് ശരീരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുണ്യവും കിട്ടും പാപവും കിട്ടും, രണ്ടും പ്രാരബ്ധം തന്നെയാണ്. ഇപ്പൊ ഈ പുണ്യം കിട്ടുന്ന എന്താണ്, പിന്നെ വീണ്ടും അത് അനുഭവിക്കുക എന്നുള്ള സുഖം അനുഭവിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അതല്ല, അപ്പം അവർക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ പുണ്യവും പാപവും ഒക്കെ അവിടുന്ന് നശിച്ചു എന്ന് പറയാണ്. അങ്ങനെ ഈ പാപ പുണ്യ സമ്മിശ്രമായിട്ടുള്ള നമ്മളുടെ ഈ കർമ്മങ്ങള് അല്ലെങ്കിൽ പ്രാരബ്ധങ്ങള് അതെല്ലാം അവസാനിച്ച് പരമാത്മാവായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനെ ഒരു ജാരപുരുഷ ഭാവത്തില് ധ്യാനിച്ചിട്ട് പോലും, അല്ലെ, കാമാവേശത്തോടു കൂടി ആയിക്കോട്ടെ എങ്കിൽ പോലും അവരുടെ പ്രാരബ്ധം ഇപ്രകാരം ഒടുങ്ങിയതോടുകൂടി ഉടനെ തന്നെ അവരെ കർമ്മബന്ധത്തിൽ നിന്നും മോചിപ്പിച്ചു. ദുസ്സഹപ്രേഷ്ട വിരഹ തീവ്രതാപധുതാശുഭാഹ ധ്യാനപ്രാപ്ത അച്യുതാശ്രേഷ നിർവൃത്യ ക്ഷീണമംഗളാഹ. ദുസ്സഹ പ്രേഷ്ഠ വിരഹ തീവ്രതാപധുത അശുഭാഹ എന്ന് പറഞ്ഞാലോ, അസഹ്യമായിട്ടുള്ള ആ പ്രിയതമന്റെ വിരഹത്താൽ ഉണ്ടായതായിട്ടുള്ള കഠിനമായിട്ടുള്ള ഊഷ്മാവിനാൽ നശിച്ചതായിട്ടുള്ള എല്ലാ പാപങ്ങളും, അതാണ് ദുസ്സഹ പ്രേഷ്ഠ വിരഹ താപം. അസഹ്യമായിട്ടുള്ള തൻ്റെ ഭർത്താക്കന്മാരുടെ വിരഹത്താൽ ഉണ്ടായിട്ടുള്ള കഠിനമായിട്ടുള്ള ഊഷ്മാവ്, തന്നെ പറഞ്ഞു വിടാത്തതിൽ ആ മുറിയിലിട്ട് പൂട്ടിയതിൻ്റെ ആ ഊഷ്മാവിൽ നശിച്ചതായിട്ടുള്ള സമസ്ത പാപങ്ങളും താപധുതാശുഭാഹ. അപ്പം അങ്ങനെയുള്ള സമസ്ത പാപങ്ങളോടും കൂടി ആ കണ്ണനെ തന്നെ ആ ഗോപി അവിടെ ധ്യാനിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ആ ധ്യാനിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ആ കണ്ണനോട് ആലിംഗനം ചെയ്ത് നിർവൃതിയാല് ക്ഷയിച്ചു പോയതായിട്ടുള്ള സുഹൃതങ്ങളെയൊക്കെ അവിടെ കണ്ട് തമേവ പരമാത്മാനം ജാരബുദ്ധ്യാപി സംഗതാഹ ജഹുർഗുണമയം ദേഹം സദ്യ പ്രക്ഷീണ ബാന്ധവാഹ. ഇങ്ങനെ ഒരു ജാരപുരുഷനെ എന്നുള്ള രീതിയിൽ ആണ് ഭഗവാനെ ശരിക്കും അവിടുന്ന് സമീപിക്കാൻ. ജാരപുരുഷൻ വേറൊന്നുമില്ല, ഭർത്താക്കന്മാരല്ലാത്തൊരു രീതിയിൽ വേറൊരു പുരുഷനോടുണ്ടാകുന്നതായിട്ടുള്ള ഒരു സ്നേഹം, അത് ഭഗവാനോട് ചേർന്നായതുകൊണ്ട് അത് ഭക്തിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ കൃഷ്ണനെ തന്നെ ഈ ഒരു
ജാരബുദ്ധിയ ആണെങ്കിൽ പോലും, വിചാരത്തോടെ ആണെങ്കിൽ പോലും എന്താണ്, മനസ്സുകൊണ്ട് അവിടുന്ന് സംഗമിച്ച് പെട്ടെന്ന് തന്നെ ആ അവരുടേതായിട്ടുള്ള എന്താണ്, ദേഹം സദ്യ പ്രക്ഷീണ ബന്ധനാഹ, വേഗം തന്നെ ആ തൻ്റെ ശരീരം അവിടുന്ന് ഉപേക്ഷിച്ചു എന്ന് പറയണം. ഭഗവാനോട് ചേർന്ന് തൻ്റെ ഉള്ളിലുള്ള ആ ശുദ്ധഭാവമായിട്ടുള്ള കണ്ണനോട് ചേർന്ന് ആലിംഗനം ചെയ്തുകൊണ്ട് പരമ സമാധി അവസ്ഥയിലേക്ക് എത്തി അവരുടെ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. അപ്പം പാപം മാത്രമല്ല, പുണ്യവും എന്താണ്, പ്രാരബ്ധമാണ് ശരിക്ക്. നമുക്ക് പൃഥുവിന്റെ ചരിത്രത്തിൽ അത് കാണാൻ സാധിക്കും. ഈ പാപവും പുണ്യവും ഒക്കെ തന്നെ നമുക്ക് എന്താണ്, ഇതൊക്കെ പ്രാരബ്ധമാണ്. അപ്പം ഭഗവാന്റെ ആ അടുത്തേക്ക് പോകാൻ അനുവദിക്കാതെ ബന്ധനസ്ഥനായി, അല്ലേ, അങ്ങനെ വിലപിക്കപ്പെട്ടതായിട്ടുള്ള ഗോപികമാരുടെ അതികഠിനമായിട്ടുള്ള വിരഹം, ഭർത്താക്കന്മാരുടെ അസഹ്യമായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്നുണ്ടായതായിട്ടുള്ള ആ വിരഹവും ഭഗവാനെ കാണാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു എന്താണ് ആ ഒരു ചൂട്, ഊഷ്മാവ്, അങ്ങനെയുള്ള ആ ഒരു എന്താണ് ഊഷ്മാവിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ തീവ്രമായിട്ടുള്ള ധ്യാനമാണ് അവിടെ. അങ്ങനെ ഭഗവാനെ ആശ്ലേഷണം ചെയ്തുകൊണ്ട്, അങ്ങനെ തീവ്രമായിട്ട് ഭഗവാനെ ചേർന്നുകൊണ്ട് അവിടെ എന്താണ്, തനിക്കുണ്ടായതായിട്ടുള്ള എല്ലാ പുണ്യവും പാപവും അവിടെ നശിച്ചു എന്ന് പറയാണ്. പാപത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ദുഃഖാനുഭൂതിയാണ് എങ്കിൽ ഇവിടെ വിരഹ ദുഃഖം. എന്നാ പുണ്യത്തിന്റെ ഫലം എന്താണ്, പുണ്യത്തിന്റെ ഫലം എന്ന് പറഞ്ഞാലോ സുഖാനുഭൂതി. പാപത്തിന്റെ ദുഃഖാനുഭൂതി അത് വിരഹ ദുഃഖമായിട്ടും, ഇവിടെ പുണ്യത്തിന്റെ ഫലം എന്നുള്ളത് സുഖാനുഭൂതിയായിട്ട്. അപ്പം ആ തനിക്ക് ചേർന്നതായിട്ടുള്ള പ്രിയതമന്റെ അംഗസംഗം, അങ്ങനെ രണ്ട് വിധത്തിലുള്ള വിരഹ ദുഃഖമായിട്ടും അതുപോലെ തന്നെ ആ സുഖാനുഭൂതിയായിട്ടും പുണ്യത്തിന്റെയും പാപത്തിന്റെയും ഫലങ്ങളൊക്കെ നശിച്ച് ഇന്ന് മോക്ഷത്തിന് അർഹയായി അവര് എന്ന് പറയാണ്. ഭഗവാനെ ഏത് ഭാവത്തിൽ അവിടെ സമീപിക്കുന്നുവോ, അവിടെ സമീപിക്കുന്നത് ഏത് ഭാവത്തിൽ എന്നുള്ളതാണ് അവിടെ പ്രസക്തം, അല്ലേ. ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, കാമാൽ ഗോപ്യ കാമാൽ ഏത് രീതിയില് ആയാലും വിരോധമില്ല എന്നർത്ഥം. അതാണ് അവിടെ പറയുന്നത്. കാമമായാലും ക്രോധമായാലും ഭയമായാലും എന്തായിരിക്കണം, ലക്ഷ്യം ഏകാഗ്രമായിരിക്കണം. അതാണ് അവിടെ പ്രധാനം. ഭഗവത് പ്രാപ്തി ആണ് എങ്കിൽ ഏത് ഭാവവും നമുക്ക് അവലംബിക്കാം, വിരോധമില്ല. ബന്ധനം എന്നത് ശരിക്ക് അകത്തടച്ചിട്ടതെന്നും പിന്നെന്താണ് സംസാര ബന്ധനം എന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്നും, അല്ലെ, ജനങ്ങളുടെ സംസാര ബന്ധനം ഇതുപോലെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പം ജീവാത്മാവ് ആ പ്രാരബ്ധം അനുഭവിക്കാൻ ആണ് യഥാർത്ഥത്തിൽ ഈ ശരീരത്തെ സ്വീകരിക്കുന്നത്. ആ പ്രാരബ്ധമോ അത് അനുഭവിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നീടാണ് എന്താണ്, പിന്നീട് ഈ ശരീരമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അവിടെ. അതാണ് ഇവരെ അത് ആ ഒരു കർമ്മ എന്താണ് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒക്കെ അവരെ പറഞ്ഞു വിടുന്നതിന്റെ കാര്യം അതാണ്. അവിടെ ശരീരബന്ധം ഇല്ല അവിടെ. അപ്പൊ ഇവിടെ പ്രാരാബ്ധം നശിക്കുകയുണ്ടോ, ശരിക്കും ഇല്ല. ക്ഷണനേരം കൊണ്ട് അവര് ആ യഥാർത്ഥമായിട്ടുള്ള ഭഗവത് സംഘം അനുഭവിച്ചതോടുകൂടി തന്നെ എന്താണ്, അവരുടെ ഉള്ളിലുള്ള പുണ്യ പാപങ്ങളെ മുഴുവൻ അവിടെ ക്ഷയിപ്പിച്ചു എന്ന് പറയാണ്. ഇത് തന്നെയാണ് നമുക്ക് ഇതിനു മുമ്പ് വിപ്രപത്നി മോക്ഷത്തിലൂടെ അമ്മമാർക്ക് കൊടുത്തതായിട്ടുള്ള അനുഗ്രഹവും. വിപ്രപത്നി ഗതി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ വരെ അനുസ്മരിക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇന്ന് ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.